എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ എങ്ങനെയൊക്കെയോ ആ മൊട്ടയെ പരാജയപ്പെടുത്തി കണ്ടെത്താനായി അവൻ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ മുൻപോട്ടേക്ക് ഓടി വരികയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഒരുപാട് ടെൻഷനും പേടിയൊക്കെ കൂടിക്കൂടി വരും. കാരണം അവനോടൊപ്പം ഉണ്ടായിരുന്നവരാരും തന്നെ ഇപ്പൊ അവന്റെ കൂടെ ഇല്ല. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണോ, അവർ സേഫ് ആയിരിക്കോ എന്നിങ്ങനെ ചിന്തിച്ചായിരിക്കും അവൻ മുൻപോട്ടേക്ക് വരിക. മാത്രമല്ല അവനോടൊപ്പം ഉണ്ടായിരുന്നവനാണ് ചുന്ദരി പെണ്ണിന്റെ ബ്രദർ. അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ തിരികെ ചെല്ലുമ്പോൾ അവൾ എന്നോട് എങ്ങനെ പെരുമാറുമെന്ന് അറിയില്ല. ഒരുപക്ഷെ ആ സോൾ റീപ്പർ അവൻ അറ്റാക്ക് ചെയ്ത് ഏതെങ്കിലും ഭാഗത്തിട്ടിട്ടുണ്ടാവോ? അവന്റെ നിലവിളി അതൊന്നും തന്നെ എനിക്ക് കേൾക്കാനായിട്ട് കഴിയുന്നില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ അവൻ ആ സോൾ റീപ്പേഴ്സിനെ തോൽപ്പിച്ച് എവിടേക്കെങ്കിലും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവാം. എന്താണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അവന്റെ മേലെ ഒരല്പം പ്രതീക്ഷയൊക്കെ ഉണ്ട്. അവനും നല്ല പവറൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞ് അവൻ മുൻപോട്ടേക്ക് വരുമ്പോഴായിരിക്കും ഇവരുടെ തൊട്ട് മുൻപിൽ ഒരു കൂട്ടം സോൾ റീപ്പേഴ്സ് അങ്ങനെ ഹായ് ആയിട്ടിരിക്കുന്നത് കാണാം. അവരാണെങ്കിൽ എന്തൊക്കെയോ വലിച്ച് അങ്ങനെ കിറങ്ങിയിരിക്കുകയാണ്. ഉടനെ അവരും ഇപ്പൊ നമ്മുടെ ഹീറോയെ കാണും. അവര് ഹീറോയെ കണ്ട് ഞെട്ടി ഇത് അവനാണ്, അവനെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇച്ചിഗോടെ പിന്നാലെ ഓടും. ഓടിക്കോ എന്ന് നിലവിളിച്ച് ഇച്ചിഗോ ആണെങ്കിൽ അവനെ സ്വന്തം എൻകറേജ് ചെയ്ത് മുൻപിലേക്ക് കുതിക്കും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ബ്രദർ അവനാണെങ്കിൽ മറ്റൊരു ഡെഡ് എൻഡിൽ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ബ്രോ ഗാച്ചുവിനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ഈ ഒരു സ്ഥലം മുഴുവൻ ഇതുപോലുള്ള കുഴികൾ മാത്രമേ ഉള്ളൂ. ഞാൻ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സ്ഥലത്തൂടെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അവൻ അവിടുന്ന് എസ്കേപ്പ് ആവാൻ നിൽക്കുന്ന അതേ സമയം ഇപ്പൊ സോൾ റീപ്പർ അവൻ ബ്രോയുടെ അടുത്തേക്ക് ചാടി വീഴും. അവൻ ബ്രോയെ പിടിച്ചു വലിച്ച് അങ്ങനെ മടക്കി ലോക്ക് ചെയ്ത് അവനോട് അടിച്ചു പറയും, തീർച്ചയായിട്ടും ഇത്തവണ നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ഈ ഒരു പിറ്റ് അത് നിനക്കുള്ളതാണ്. നിന്നെ ഈ കുഴിയിലേക്ക് തള്ളിയിട്ട് ഉറപ്പായിട്ടും ഞാൻ കൊന്നു കളയും. ബ്രോ ഗാജു ആണെങ്കിൽ അവന്റെ കൈ വെട്ടിത്തിരിപ്പിച്ച് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. അതിനാ സോൾ റിപ്പർ ആണെങ്കിൽ അവന്റെ ദേഹത്ത് ആഞ്ഞു വെട്ടുകയാണ്. ബ്രോ ഗാജുവിന്റെ ദേഹത്ത് ഒരുപാട് പരുക്കുകൾ പറ്റും. ആ സോൾ റിപ്പർ ആണെങ്കിൽ അടിച്ചു പറയും, നിങ്ങൾ രണ്ടുപേരും വെട്ടികളാണ്. നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ലക്ഷ്യം അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അതിന് ബ്രോ ഗാച്ചു അവൻ ചിരിക്കും, ഞാനൊരു പക്ഷേ വിഡ്ഢിയായിരിക്കാം, പക്ഷെ അവനൊരിക്കലും വിഡ്ഢിയല്ല. അവൻ വിഡ്ഢിയായിരുന്നെങ്കിൽ ഇവിടം വരെ എത്തില്ലായിരുന്നു. തീർച്ചയായിട്ടും അവൻ ഇതിനോടകം അവന്റെ മിഷന്റെ തൊട്ടടുത്ത് എത്തിക്കാണെന്ന് പറഞ്ഞ് ഗാച്ചു ആണെങ്കിൽ ഇപ്പൊ സോൾ റീപ്പറിനെ കളിയാക്കും. ബ്രോ ഗാച്ചു പറയുന്നത് കേട്ട് ഇപ്പൊ സോൾ റീപ്പർ ഞെട്ടുകയാണ്. ഇനി ഒരു പക്ഷേ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആ മൊട്ട സോൾ റീപ്പറിനെ ആ ഇച്ചിഗോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ, അവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ചിന്തിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ സോൾ റീപ്പർ ആ ഗ്യാപ്പില് നമ്മുടെ ചെക്കൻ അവൻ വീണ്ടും ഒരു ബോംബ് എടുത്ത് അവന്റെ നേർക്ക് വലിച്ചെറിഞ്ഞ് അവിടുന്ന് ഓടുകയാണ്. പക്ഷെ സോൾ റിപ്പർ ആണെങ്കിൽ ഞൊട്ടിയടയിൽ ആ ഒരു ബോംബിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അത് കണ്ട ബ്രോ ഗാച്ചു അവനവന്റെ മുഴുവൻ പവർ ഉപയോഗിച്ച് അവിടെ വലിയൊരു സാൻഡ് എക്സ്പ്ലോഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ബ്രോ അവൻ മുകളിലേക്ക് ഒരു ബോംബ് വലിച്ചെറിയും. അത് ഫയർ വർക്ക് പോലെ പൊട്ടിത്തെറിക്കുകയാണ്. ഇപ്പൊ ലോങ് ഷോട്ടിലായിട്ട് നമ്മുടെ ഹീറോ അവൻ ആ ഫയർ വർക്ക്സ് കാണും. മാത്രമല്ല അവനെ ഫോളോ ചെയ്തു വന്ന ആ സോൾ റിപ്പേഴ്സിനെ ഹീറോ തല്ലി തല്ലി ഒരു മൂലക്കിട്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ആ 11th ഡിവിഷൻ കമാൻഡർ ആളും ആ മോമോ പെണ്ണും അവർ രണ്ടുപേരും ഒരുപാട് നേരമായി നമ്മുടെ ആൾക്കാരെ അന്വേഷിച്ച് തലങ്ങും വിലങ്ങും ഓടുന്നു. സെറാക്കിക്കാണെങ്കിൽ കൺട്രോൾ പോയി അവൻ അവിടെ ഉണ്ടായിരുന്ന ചുമരൊക്കെ അങ്ങനെ ഇടിച്ചു പൊളിക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ കണ്ണാടി പയ്യനെയും ഒർഹിബയും കാണിക്കും. കണ്ണാടി പയ്യനാണെങ്കിൽ ഒർഹിബയോട് പറയും, ആ 11th ഡിവിഷൻ കമാൻഡർ സെറാഫി അവൻ എന്റെ പുറകെ ഉണ്ടെങ്കിൽ എനിക്ക് അവനെ സെൻസ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ ഇതുവരെ എനിക്ക് അവനെ സെൻസ് ചെയ്യാനായിട്ടില്ല. അതിനർത്ഥം അവൻ ഇച്ചിഗോയുടെ പിന്നാലെയാണെന്നാണ്. നമ്മൾ കരുതും പോലെയല്ല ആ ഒരു സോൾ റിപ്പർ. അവൻ ഭയങ്കര പവർഫുൾ ആണെന്ന് പറയുന്ന ആ സമയം ഒർഹിബയ്ക്ക് നേരെ വലിയൊരു സ്ക്വാഡുമായിട്ട് ഒരു സോൾ റിപ്പർ ചാടി വീഴും. അത് കണ്ട നമ്മുടെ കണ്ണാടി പയ്യൻ അവൻ മിസ്സിന് ഒർഹിബയെ പിടിച്ചു വലിച്ച് അവന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അവൻ അവളോട് പറയും, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. അവന്റെ പവർ അത് വളരെ കൂടുതലാണ്. അവനെ കാണുമ്പോൾ തന്നെ അറിയാം അവനൊരു നോർമൽ സോൾ റിപ്പർ അല്ല എന്ന്. ആ സോൾ റിപ്പർ ആണെങ്കിൽ അവന്റെ സ്ക്വാഡൊക്കെ വീശി നമ്മുടെ ആൾക്കാർ അടുത്തേക്ക് വരികയാണ്. മര്യാദയ്ക്ക് നിങ്ങൾ കീഴടങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പെയിനൊന്നും ഇല്ലാതെ നിങ്ങളെ ഞാൻ കൊല്ലും. അതല്ല എന്നോട് മത്സരിക്കാനാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അച്ചറം പൊച്ചറം വെട്ടി വേദനിപ്പിച്ച് ഞാൻ കൊല്ലും. നടിപ്പയ്യനാണെങ്കിൽ അവനോട് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയില്ല. അവൻ നൈസായിട്ട് ഒർഹിബയുമായി പതിയെ പതിയെ മൂവ് ചെയ്ത് ആ റൂഫ് ടോപ്പിന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം ഒർഹിബയെ ഒരു ഭാഗത്ത് നിർത്തി അവൻ ആ സോൾ റീപ്പറിന്റെ അടുത്തേക്ക് എടുത്തു ചാടി അവനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഇതിന്റെ ഇടയിൽ നമ്മുടെ കണ്ണാടി പയ്യന്റെ കൺട്രോൾ പോയി അവൻ റൂഫ് ടോപ്പിൽ നിന്ന് അങ്ങനെ തെന്നി ഉരുണ്ടുരുണ്ട് താഴേക്ക് പോവാണ്. അത് കണ്ട ഒർഹിബയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോ ആ ഒരു സോൾ റീപ്പർ ഒർഹിബയ്ക്ക് നേരെ ഞൊടിയടയിൽ പാഞ്ഞു വരികയാണ്.
അവൾ അവളുടെ പവറൊക്കെ ഉപയോഗിച്ച് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. മാത്രമല്ല അവളുടെ ബോഡിയിലുള്ള ആ കുഞ്ഞു കുഞ്ഞു സോളുകളെ അവളുടെ ഹെൽപ്പിനായിട്ട് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഒരു കുഞ്ഞ് ലേഡി സോളാണെങ്കിൽ ആ സോൾ റീപ്പറുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ അവന്റെ നേർക്ക് വരും. പക്ഷെ ആ സോൾ റീപ്പർ അവൻ ഭയങ്കര പവർഫുൾ ആണ്. അവന്റെ സ്ക്വാഡ് കറക്കി കറക്കി സെക്കൻഡുകൾ കൊണ്ട് അതിനെ തല്ലി താഴെയിടും. ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി അത് പെടയാണ്. ഇവയാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഞെട്ടി അതിനെ അങ്ങനെ കയ്യിൽ കോരിയെടുക്കുകയാണ്. അതിനുശേഷം ആ സോൾ റീപ്പർ ആണെങ്കിൽ ഒറിഹിബയെ തന്നെ തകർക്കാനായിട്ട് അവന്റെ നേർക്ക് ഓടി അടുക്കും. അടുത്ത നിമിഷം നമ്മുടെ കണ്ണാടി പയ്യൻ അവൻ സ്റ്റൈലായിട്ട് ഒരു പോസ്റ്റൊക്കെ കൊടുത്ത് ആ വില്ലന്റെ മുൻപിലേക്ക് വരും. അതിനുശേഷം അവന്റെ അമ്പും വില്ലും അതൊക്കെ ഉപയോഗിച്ച് ഇപ്പൊ ആ സോൾ റീപ്പറിനെ അറ്റാക്ക് ചെയ്യാണ്. കണ്ണാടി പയ്യന്റെ ഒരു ആരോ അത് കറക്റ്റ് ആയിട്ട് ആ സോൾ റീപ്പറിന്റെ ബോഡിയിൽ കൊണ്ട് ചോര തുളുമ്പി അവൻ അങ്ങനെ നിൽക്കുകയാണ്. കണ്ണാടി പയ്യൻ അവന്റെ അടുത്തേക്ക് വന്ന്, നീ ഇത് കാണുന്നില്ലേ, ഞാനിവിടെ നിൽക്കുമ്പോൾ നിനക്ക് നാണമില്ലേ ഒരു പെണ്ണുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ? നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത് ആണുങ്ങളോടാണ്. നിനക്ക് ചുണയുണ്ടെങ്കിൽ എന്നോട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞ് അവർ രണ്ടുപേരും നേർക്ക് നേർ നിൽക്കും. സോൾ റീപ്പർ ആണെങ്കിൽ വമ്പ കോൺഫിഡൻസിൽ ഒരുപാട് ഷുറിങ്കൻ അവന്റെ പവർ വെച്ച് അവന് ചുറ്റും ക്രിയേറ്റ് ചെയ്യും. ഷുറിങ്കൻസ് എല്ലാം തന്നെ അവനെ പ്രൊട്ടക്ട് ചെയ്ത് വമ്പ ഫോഴ്സിൽ കറങ്ങുകയാണ്. അത് കണ്ട നമ്മുടെ കണ്ണാടി പയ്യൻ അവനാണെങ്കിൽ അച്ചറം പൊച്ചറം ആരോ ഉപയോഗിച്ച് ആ ഷുരിങ്കൻസ് എല്ലാം തവിട് പൊടിയാക്കി കളയാണ്. ആ ഒരു സോൾ റീപ്പറിന് അത് വിശ്വസിക്കാനാവില്ല. അവന്റെ മെയിൻ പവറുകളിൽ ഒന്നാണ് ഈ ഷുരിങ്ങൻ പവർ. അത് നമ്മുടെ കണ്ണാടി പയ്യൻ മിനിറ്റുകൾ കൊണ്ട് തന്നെ തകർത്ത് കളഞ്ഞു. ഉടനെ ആ സോൾ റീപ്പർ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ മുൻപിൽ തോൽവി സമ്മതിച്ച് അങ്ങനെ മുട്ടുമടക്കിയിരിക്കും. മറ്റൊരു ഭാഗത്ത് സോൾ റീപ്പേഴ്സിന്റെ എല്ലാം ക്യാപ്റ്റൻ ആളാണെങ്കിൽ ഒരു പറ്റ സോൾ റീപ്പേഴ്സിനെ ആളുടെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വന്ന് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. ആളാണെങ്കിൽ അവരോട് പറയും, നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ്. ഇപ്പൊ ഇവിടേക്ക് കയറി വന്നവരുപയോഗിച്ച് നമുക്ക് ഒരുപാട് എക്സ്പെരിമെന്റുകൾ ചെയ്യാനായിട്ട് കഴിയും. എന്റെ എക്സ്പെരിമെന്റ്സിലെല്ലാം തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. മെയിനായിട്ടും ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്ത് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം എക്സ്പീരിയൻസ് ചെയ്യുക എന്നതാണ് എന്റെ ഹോബി. അടുത്ത നിമിഷം ഒരു ബട്ടർഫ്ലൈ ഒരു പെൺകുട്ടിയുടെ കയ്യിലേക്ക് പറന്നു വന്നിരിക്കുകയാണ്. ആ ബട്ടർഫ്ലൈ അവരോട് പറയും, ഇവിടേക്ക് കയറി വന്ന നുഴഞ്ഞു കയറ്റക്കാര് അവരിൽ പലരും നമ്മുടെ ആൾക്കാരെ ഡിഫീറ്റ് ചെയ്ത് തോൽപ്പിച്ചു കഴിഞ്ഞു. ആ ക്യാപ്റ്റൻ ആണെങ്കിൽ അത് കേട്ട് ഞെട്ടുകയാണ്. ഇത് നമുക്ക് വലിയൊരു അപമാനം തന്നെയാണ്. ഒരു കാരണവശാലും ഒരു ജീവനോട് കൂടെ ഇവിടുന്ന് പുറത്തു പോകാൻ പാടില്ല. അങ്ങനെ സംഭവിച്ച അത് സോൾ സൊസൈറ്റിക്ക് തീർത്താൽ തീരാത്ത ഒരു അപമാനമാണ്. സോ എത്രയും വേഗം അവരെ കണ്ടുപിടിക്കാൻ പറഞ്ഞ് ആൾ അവിടുന്ന് കടന്നു പോകും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.